പാലസ്തീനെ പറ്റി സംസാരിക്കുന്ന ആളുകളുടെ കമന്റ് ബോക്സിൽ തെറി വരുന്നത് പോലെ തന്നെ വരുന്ന വേറൊരു കമന്റാണ് സുഡാന്, സിറിയ, യമൻ, നൈജീരിയ, യുക്രൈൻ പോലുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി നിങ്ങൾ എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? ഇതൊരു തരം വൺ സൈഡ് മനുഷ്യത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കമന്റ് ഇടുന്ന ആളുകളോട് ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി സംസാരിക്കാത്തത്? പാലസ്തീനെ പറ്റി പറയുന്ന ആളുകളുടെ കമന്റ് ബോക്സിൽ അല്ലാതെ വേറെ എവിടെ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ കമന്റ് ഇടുന്ന ആളുകളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയ സമയത്തും അതിൻ്റെ അകത്തും ഇതിനെ പറ്റിയിട്ടുള്ള ഒരു പോസ്റ്റോ ഒരു സ്റ്റോറിയോ അങ്ങനെ ഒരു സാധനവും കണ്ടിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി സംസാരിക്കാത്തത്? ഇത് 2025 ഒരു സ്മാർട്ട് ഫോണും സോഷ്യൽ മീഡിയ അക്കൗണ്ടുള്ള ഏതൊരാൾക്കും ഒരു പൊതുസമൂഹത്തോട് തൻ്റെ അഭിപ്രായം തുറന്നു പറയാനുള്ള അവസരമുണ്ട്. നമ്മുടെ രാജ്യത്ത് അതിനുള്ള അവകാശമുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയുന്നില്ല. ഈ പറയുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടർ ID, നിങ്ങളുടെ 10 സെന്റ് സ്ഥലം, നിങ്ങളുടെ വീടിൻ്റെ ആധാർ, ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ജസ്റ്റ് ഒരു മൊബൈൽ നമ്പറും ഒരു ഇമെയിൽ ID മാത്രം മതി. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാത്തത്? അപ്പോൾ നിങ്ങളുടെ ആവശ്യം അത് ചർച്ചാ വിഷയമാവുകയോ അത് സംസാരിക്കപ്പെടുകയോ ചെയ്യണം എന്നുള്ളതല്ല. പകരം പാലസ്തീനെ പറ്റിയിട്ടുള്ള സംസാരിക്കുന്ന ആളുകളെ ഡീമോട്ടിവേറ്റ് ചെയ്യുക, അവർ ഇതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ആവശ്യം. ഓക്കെ, ഈ പാലസ്തീനെ പറ്റി സംസാരിക്കുന്ന ആളുകളെ വൺ സൈഡ് മനുഷ്യത്വം എന്ന് നിങ്ങൾ മുദ്ര കുത്തുമ്പോൾ നിങ്ങൾ എന്താണ് വിളിക്കേണ്ടത്? ഒരു മനുഷ്യത്വം ഇല്ലാതെ, ഒരു കണ്ണിച്ചോര ഇല്ലാതെ ഈ മരിച്ചു വീഴുന്ന ആളുകളുടെ മുഖത്ത് നോക്കി ചിരിക്കുകയും അവരെ പറ്റിയിട്ട് തെറ്റ് പറയുകയും അതിൽ കൈയൊട്ടി ചിരിക്കുകയും ചെയ്യുന്ന നിങ്ങളെ എന്ത് പേരിട്ടാണ് ഞങ്ങൾ വിളിക്കേണ്ടത്? ഓക്കെ, എനിവേ, കണ്ടിന്യൂ യുവർ ഹേറ്റ്. അത്രേ.